ഗൈസ്, വെൽക്കം ബാക്ക്. സോ അങ്ങനെ 4-5 ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട്, ലോങ് വീഡിയോ. ഷോർട്സ് ഞാൻ അടുപ്പിച്ച് 3-4 ഇടുന്നുണ്ടായിരുന്നു. ആൻഡ് കുറേ വലിയ കാര്യങ്ങൾ നടന്നു. നമ്മളെ ചാനൽ 5K ആയി. 4K സെലിബ്രേഷൻ ചെയ്ത് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ 5K ആയി. ആൻഡ് അന്ന് രാത്രി തന്നെ നമ്മളെ ഒരു ഷോർട്സിന് 1 million വ്യൂസുമായി. എൻ്റെ കിളിയും പോയി. ഇനി ഞാൻ വിചാരിച്ചു ഒന്ന് പഠിക്കാനിരിക്കണം, കാരണം തൊട്ടിട്ടില്ല ഒന്നും. ഇപ്പം ഞാൻ വിചാരിച്ചു ബേസിക്സ് മുതൽ തുടങ്ങാം. ചാപ്റ്റേഴ്സ് അങ്ങനെ ഇപ്പം നോക്കണ്ട, ബേസ് റെഡിയാക്കാം എന്നിട്ട് എൻ്റെ മുഖം ഇപ്പോൾ തളർന്നെന്ന് വെച്ചാൽ സ്കിൻ കെയർ ചെയ്തിട്ടിരിക്കുക. എന്നാന്ന് പോയിട്ട് കുറേ സ്കിൻ കെയറിൻ്റെ സാധനമെല്ലാം വാങ്ങിയിട്ട് നല്ല രസമുണ്ട്. സ്കിൻ കെയർ ചെയ്തിട്ട് സ്കിന്ന് ക്ലിയർ ആകുന്ന പറയുന്നുണ്ട്. മറ്റേ വീഡിയോ ഇട്ടു. ഇപ്പം സമയത്ത് വെച്ചാൽ 7:38. വെക്കേഷൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ എണീക്കുന്നത്. ഞാൻ 6:20 ഞാൻ എണീച്ചിന്. പക്ഷെ എന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് കിടന്ന് ഒരു 6:45 എണീച്ച് പല്ലേച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഇന്ന് കുറേ നേരം നടന്ന് കളിച്ച് ടെറസിലെല്ലാം പോയി. ഇങ്ങനെ അടി മഴയെല്ലാം പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്ലാസ് കണ്ടിട്ട് ലാപ്പെല്ലാം എടുത്ത് ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ ക്ലാസ് വെക്കാൻ പോകുമ്പോഴാണ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം 7:30 ലൈവ് ഒരു 2 മണിക്കൂറിൻ്റെ ആണ്. പിന്നെ അവർക്ക് ആ ഒരു ബേസിലായി മാത്സിൻ്റെ ഫുള്ളും കണ്ട് അതൊന്ന് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാണ്. അങ്ങനെ അത്യാവശ്യം കുറേ കാലത്തിന് ശേഷമാണ് രാവിലെ ഇരുന്ന് പഠിക്കുന്നത്. ആൻഡ് ഇത്ര പ്രൊഡക്റ്റീവായിട്ടും കോൺസെൻട്രേറ്റ് ആയിട്ടും ഞാനിങ്ങനെ പഠിച്ചിട്ടില്ല. എക്സാമിൻ്റെ ടൈമും അല്ലാണ്ട് ഇങ്ങനെ ഞാൻ ഇരുന്ന് പഠിച്ചിട്ടില്ല. 2 മണിക്കൂർ ഞാൻ ഒരൊറ്റ ഇരുത്തിരുന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ രാവിലെ എണീച്ചുകൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ സാധാരണ ഈ വെക്കേഷൻ്റെ ടൈമിൽ രാവിലെ എണീക്കുന്ന ആളേ അല്ല. എക്സാം ആണെങ്കിൽ കുഴപ്പമില്ല. ഈ വെക്കേഷൻ ആണെങ്കിൽ ഞാൻ 12 മണി 1 മണിക്കെല്ലാം ഞാൻ എണീച്ച് വരാം സാധാരണ. അപ്പോൾ ഇന്നെന്തോ ഭയങ്കര രാവിലെ തന്നെ എണീച്ച് വേണം ഇങ്ങനെ പഠിക്കണം എന്നുള്ളൊരു മൂഡിൽ എണീച്ച് രാവിലെ തന്നെ പോയി സ്കിൻ കെയർ എല്ലാം ചെയ്ത് ബെഡെല്ലാം റെഡിയാക്കി പോയി പഠിക്കാനായിരുന്നു. ഇപ്പം ഞാൻ ഫുഡ് എടുക്കാൻ പോയതാ. ഉമ്മ പറഞ്ഞു എന്തെല്ലാം ചെയ്തോ ഫുഡ് കഴിച്ചിട്ട് പഠിച്ചാൽ മതി. അങ്ങനെ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും വീഡിയോ കാണണം. പിന്നെ ഞാൻ വിചാരിച്ചു വന്ന ഒരു മൂവി പോലെ കാണാന്ന്. അങ്ങനെ ഉദാഹരണം സുജാത എന്ന് പറഞ്ഞിട്ടുള്ള ആ മൂവി ഇങ്ങനെ പ്ലേ ചെയ്യാന്ന് വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഠിക്കാൻ ഭയങ്കര ലേസി, മോട്ടിവേഷൻ ഒന്നും ഇല്ല എന്നെല്ലാം തോന്നുമ്പോൾ ഞാൻ ആ മൂവി എടുത്ത് കാണും. ഫുഡ് കഴിച്ചിട്ട് ഞാൻ പിന്നെയും ഇരുന്ന് കുറേ നേരം പഠിച്ചു. എനിക്ക് പേഴ്സണലി രാവിലെ എണീച്ച് പഠിക്കുന്നത് രാവിലെയും രാത്രിയും ഭയങ്കര എന്താ പറയുക, നോയ്സ് ഒന്നുമില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാ. രാവിലെ കുറെ ആൾക്കാർ എണീക്കും, പക്ഷെ ഫോണ് കാണുമില്ല. രാവിലെ എണീച്ച് പാടും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ല, നമുക്ക് കുറെ നേരം ഇരുന്ന് പഠിക്കാം. പക്ഷെ രാത്രി എന്ന് പറയുമ്പോൾ സ്ലീപ്പ് സൈക്കിൾ തെറ്റും, പിന്നെ കുറെ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം വരും. അതുകൊണ്ട് ഞാനിപ്പം നൈസായിട്ടൊരു മോർണിംഗ് പേഴ്സൺ ആയിട്ടുണ്ട്.
കമന്റ്സിൽ കുറെ ആൾക്കാർ ഇങ്ങനെ സ്റ്റഡി ടിപ്സ്, പിന്നെ എങ്ങനെയാ പഠിക്കുന്നത്, ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ ആൻസർ ചെയ്യാം. ഒന്നാമത്തെ, ഞാൻ പഠിക്കുന്നതിന് മുമ്പ് എപ്പോഴും ആ പ്ലേസ് കുറച്ചുകൂടി ക്ലീൻ ആക്കി വെക്കാൻ നോക്കും. ലൈക്ക് ഒരു നമുക്ക് ആ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന വേറൊരു സാധനം ഉണ്ടാവാറ് എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്പ്, ഫോണ്, ടാബ്, അത് പിന്നെ നമ്മൾ ബുക്സ്, സ്റ്റേഷനറീസ്, അങ്ങനത്തെ സാധനം. സ്റ്റേഷനറി തന്നെ ഞാൻ അങ്ങനെ കൂടുതൽ സാധനങ്ങൾ എടുത്തുകൊണ്ടേ വെക്കലില്ല. ഇല്ലെങ്കിൽ എനിക്ക് അതിനെ കൊണ്ട് എന്തെങ്കിലും ജേർണൽ ചെയ്യാനെല്ലാം തോന്നും. ഇപ്പൊ ഞാൻ ഒരു പെന്ന്, ഒരു പെൻസില്, ഒരു സ്കെയില്, ഇത് മാത്രം ഞാൻ നോർമലി പഠിക്കുന്ന ടൈമിൽ യൂസ് ചെയ്യാറുള്ളൂ. പഠിക്കുന്നല്ല, ലൈക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ. പിന്നെന്ന് പറയുമ്പോ ഞാന് ഇപ്പൊ മാത്സിലാണെങ്കിൽ ചെയ്തു പഠിക്കും. ഇപ്പം സോഷ്യലെല്ലാണെങ്കിൽ ഞാൻ അത് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ഞാൻ പഠിക്കുക. അതിന് ഫയർമാൻ ടെക്നിക് എന്നാ പറയാ. അങ്ങനെയാണോ എന്ന് കുഴപ്പമില്ല. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോ നമ്മളെ മുമ്പിൽ ഒരു കുട്ടി ഉണ്ട് എന്ന് വെച്ചിട്ട് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ നമ്മൾ പഠിക്കുക. അതാണ് ഞാൻ ബേസിക്കലി എല്ലാ എക്സാംസിനും യൂസ് ചെയ്യാറ്. എനിക്ക് ബൈ ഹാർട്ട് പഠിക്കുന്ന പരിപാടി തീരെ അങ്ങനെ സെറ്റ് ആവില്ല. എന്താ അർത്ഥം അറിയാണ്ട് പഠിക്കുന്നത്, എസ്പെഷ്യലി 10th ആയതുകൊണ്ട് കോൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. മൂന്നാമത്തെ നോട്ട് ടേക്കിങ്ങിന്റെ പറയുകയാണെങ്കിൽ ഞാൻ പേഴ്സണലി കുറെ ലൈക്ക് എഴുതി പഠിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ പക്ഷെ ഞാൻ അങ്ങനെ എല്ലാം എഴുതലില്ല. ഇനിയിപ്പോ എനിക്ക് ടെക്സ്റ്റ് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനൊരു ബുക്കില് ഒരു ആ ചാപ്റ്റർ ഫുള്ളും എൻ്റെ രീതിയിൽ ഞാൻ എഴുതും. അപ്പൊ അത് ബാക്കിയുള്ള ആൾക്കാരിലോട് എന്നോട് ഇങ്ങനെ നോട്ട്സ് അയച്ചുതരാൻ ചോദിക്കുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയലെന്ന് വെച്ചാൽ, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ നോട്ട്സ് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ വായിച്ചാൽ തിരിയോ തന്നെ ഇല്ല. അപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ കോഡെല്ലാം ഉണ്ടാക്കി ഭയങ്കര ആരോ മാർക്കിൽ ഇട്ടിട്ടാണ് ഞാൻ അധികം പഠിക്കും. പിന്നെ ഞാനങ്ങനെ നോട്ട്സ് കുറെ എഴുതാറില്ല. ലൈക്ക് കുറച്ച് മാത്രമേ നോട്ട് ചെയ്തുള്ളൂ. മാക്സിമം മനസ്സിലാക്കാനാണ് നോക്കുക കോൺസെപ്റ്റ്. പിന്നെ നമ്മള് ക്ലാസ്സിൽ ഭയങ്കര അറ്റൻറ്റീവ് ആണെങ്കിൽ തന്നെ അത് നമുക്ക് ഏകദേശം ആ ടോപ്പിക് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി നമ്മളെ ബ്രെയിനിൽ അതുണ്ടാവും. അതൊന്ന് റിവൈസ് ചെയ്താൽ മതി. പിന്നെ അധികവും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാനാ പറയാ. ലൈക്ക് ഒരു അടിപൊളി ടിപ്പാണ് അത്. ശരിക്കും PYQs പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഒരു എക്സാമിന് PYQ മാക്സിമം ഞാൻ ചെയ്തിട്ട് പോയി. എൻ്റെ ആ എക്സാം കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ഞാൻ ആ PYQ എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ വന്ന 90% ക്വസ്റ്റ്യൻസ് ആ PYQ എന്ന് വെച്ചാൽ ട്വിസ്റ്റഡ് ആയിട്ട്. പക്ഷെ അതാണ് അതിൽ ഉള്ളത്. ഇങ്ങനെ കുറെ സിമിലർ ക്വസ്റ്റ്യൻ എല്ലാം ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്.